ഹായ് വെൽക്കം ടു ജിനൂസ് പാഷൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കേക്കാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ഇങ്ങനെ അടുത്ത് വരുന്നു. അപ്പം നമുക്ക് വീട്ടിൽ അടിപൊളി പ്ലം കേക്ക് തയ്യാർ ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കടയിൽ വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് വീട്ടിൽ തന്നെ തയ്യാർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പല പ്ലം കേക്കുകൾ ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ജിനൂസ് പാഷനിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ അത് ആൽക്കഹോളിക് വെർഷന് ചെയ്തിട്ടുണ്ട്. അപ്പം സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ചത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് വെച്ച് നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോൺ ആൽക്കഹോളിക് വെർഷനാണ്. അപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചായിരുന്നു നോൺ ആൽക്കഹോളിക് വെർഷൻ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നതും അത് തന്നെയാണ്, നോൺ ആൽക്കഹോളിക് വെർഷൻ. ഇന്ന് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് വെച്ചാൽ ആപ്പിൾ ജ്യൂസിലാണ്. ഇതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ ഒത്തിരി ദിവസങ്ങൾ നമ്മൾ സോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കണ്ട. ഇത് നമുക്ക് കേക്ക് തയ്യാർ ചെയ്യുന്ന ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ടും ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുന്ന സമയം കൊണ്ടും നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ആപ്പിൾ ജ്യൂസിൽ സോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പെട്ടെന്നാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ക്യാരമൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതുപോലെ കേക്കിന് വേണ്ട ബട്ടർ മിൽക്ക് നമ്മളെങ്ങനെ തയ്യാർ ചെയ്യാമെന്നുള്ളതും അതുപോലെ സോക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ അടിപൊളിയാകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇപ്പോൾ നമുക്കിന്ന് നോൺ ആൽക്കഹോളിക് വെർഷനിൽ പ്ലം കേക്ക് എങ്ങനെ തയ്യാർ ചെയ്യാമെന്നുള്ളത് കാണാം. നമ്മൾ കേക്ക് റെഡി ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമ്മൾ സോക്ക് ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും സോക്ക് ചെയ്യുന്നത് ആപ്പിൾ ജ്യൂസിലാണ്. അതിലേക്ക് നമുക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാം 2 ടേബിൾ സ്പൂണ് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 2 കളറായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട്, ഗ്രീനും റെഡും. നിങ്ങളുടെ കയ്യിൽ യെല്ലോ കിട്ടുവാണെങ്കിൽ അതും നല്ലതാണ്. ഇനി നമുക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ബ്ലാക്ക് കറണ്ടാണ്, അതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഡേറ്റ്സ് ആണ്, ഡേറ്റ്സ് സീഡ്സ് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡ്രൈ ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യം ഇഷ്ടമുള്ളവർ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കാഷ്യൂ നട്ട്സും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആപ്പിൾ ജ്യൂസാണ്, നമ്മൾ ആപ്പിൾ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഒന്ന് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന ഒരു പാകത്തിന് നമ്മൾ ആപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാൻ പോവാണ്. ജസ്റ്റ് അതിൻ്റെ യെല്ലോ കളർ മാത്രം മതി കേട്ടോ. ഒത്തിരി പ്രഷറിൽ നമ്മൾ ചെയ്യേണ്ട. ആ വൈറ്റ് പാർട്ട് വീഴരുത്, യെല്ലോ മാത്രം വീഴുന്ന രീതിയിൽ നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ പീല് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വേണ്ട, കുറച്ച് മതി കേട്ടോ. ആ ഫ്ലേവറിന് വേണ്ടി മാത്രം നമ്മൾ ഓറഞ്ചിൻ്റെ പീലിട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈറ്റ് വീഴരുത്, യെല്ലോ പാർട്ട് മാത്രമേ അതിനകത്ത് വീഴാവൂ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 1 മണിക്കൂർ ഇല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മളിത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പഞ്ചസാര പൊടിച്ചൊന്നും എടുക്കുന്നില്ല. ഈ കാരമൽ മാത്രമായിട്ടാണ് ഇന്ന് നമ്മൾ പ്ലം കേക്കിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മളിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കാനൊന്നും പോകരുത്. ജസ്റ്റ് ഇത് നമുക്ക് തന്നെ കാണാൻ പറ്റും, കാരമലായിട്ട് ചെറുതായിട്ട് നമുക്കിത് ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതിന് ശേഷം മാത്രമേ നമ്മൾ സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് നമ്മളൊന്ന് ഇളക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ഒന്ന് മെൽറ്റ് നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിക്കാൻ, ഇതാണെങ്കിൽ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്, ദേഹത്ത് തെറിക്കും. അപ്പം സൂക്ഷിച്ച് നമ്മൾ വെള്ളം ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഇത് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടിരുന്നാൽ ആ ചൂടിൽ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കണ്ടിന്യൂസ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പക്ഷേ ഇത് ഒന്നുകൂടെ കട്ടിയാവുകയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി.
ഇനി അടുത്തായിട്ട് കേക്കിനായിട്ട് നമ്മൾ ബട്ടർ മിൽക്ക് തയ്യാർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരക്കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇളം ചൂട് ഉള്ള പാൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങയുടെ നീരാണേലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു 10-15 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളിതൊന്ന് അടച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്കിനുള്ള ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്കിനുള്ള ബാറ്റർ നമ്മൾ തയ്യാർ ചെയ്യാനായിട്ട് പോവാണ്. അതിലേക്ക് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ബട്ടർ മിൽക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മൈദ എടുത്തിരിക്കുന്നത് വെച്ചാൽ 1 കപ്പും അതുപോലെ 1/4 കപ്പും കൂടാണ് എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്. 1 കപ്പ് പ്ലസ് 1/4 കപ്പാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. അതുപോലെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പാണ് 1/4 ടീസ്പൂണ് നമ്മൾ ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് കുറച്ച് മതി കേട്ടോ, അല്ലെങ്കിൽ 1/8 ആയാലും മതി. ഇനി എല്ലാം കൂടെ നമുക്ക് അരിപ്പയൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പൊടി എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ജാതിക്കയുടെ ഒരു മുഴുവനായിട്ടുള്ളൊരു ജാതിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറുവാപ്പട്ട വേണം, ചുക്ക് വേണം, അതുപോലെ ഏലയ്ക്ക നമുക്ക് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ സെയിം അളവിൽ എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് അധികം വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കേക്കിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേറെ എന്തെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് മസാല 1 ടീസ്പൂൺ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാർ ചെയ്ത് വെച്ച കാരമൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇച്ചിരി തിക്കായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് പാല്, ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. കുറേശ്ശെയായിട്ട് നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അത് നോക്കിയിട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തത് നമ്മൾ ആപ്പിൾ ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്ത് നേരത്തെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആപ്പിൾ ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് നല്ല റിച്ചായിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് കൂടുതലായിട്ട് നമ്മൾ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഓരോ ബൈറ്റിലും നമുക്കതിൻ്റെ ആ ഒരു കടിക്കുമ്പോൾ ഈ നട്ട്സ് എല്ലാം നമുക്ക് വരാൻ വേണ്ടി അങ്ങനെ നമ്മളൊരു 4 ടേബിൾ സ്പൂണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒത്തിരി മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളിത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു കേക്ക് ടിന്നിലേക്ക് നമ്മൾ ഓൾറെഡി ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിരിക്കുന്ന ഒരു ടിന്നാണ്. അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് നിറയ്ക്കരുത്. ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ഓവർ സ്പില്ലാകാതിരിക്കാൻ വേണ്ടി എപ്പോഴും കേക്ക് ടിന്നിൻ്റെ പകുതിയോളം മാത്രമേ നിറയ്ക്കാവൂ. അകത്ത് എയർ വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിത് 2-3 പ്രാവശ്യമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഞാനിവിടെ കാഷ്യൂ നട്ട്സ്, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി 2 കളറ്, അതുപോലെ നമ്മുടെ റേസിൻസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴയൊരു നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പോൾ ആ പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ ബാറ്റർ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി
ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇതിനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും അതുപോലെ ലോ ഫ്ലെയിമിൽ ബാക്കി മൊത്തം നമ്മൾ 30 മുതൽ 45 മിനിറ്റാണ് ഇത് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിം മുതൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ ഒരു 35 മുതൽ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു സ്ക്വയർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ബാറ്റർ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നോൺ ആൽക്കഹോളിക് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി അയക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവൻ.